24 ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ അടുത്ത് വരുന്ന ഒരുപാട് ആളുകൾ വളരെ വിഷമിച്ചുകൊണ്ട് പറയാറുള്ള ഒരു കാര്യമാണ്, തിരുമേനി എന്തൊക്കെ ചെയ്തിട്ടും കഷ്ടപ്പാടും ദുരിതവും ഒന്നും മാറുന്നില്ല. എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടും ജീവിതത്തിൽ ഒരു ഉയർച്ച കിട്ടുന്നില്ല. കഷ്ടപ്പാടും ദുരിതവും മാത്രമാണ് ബാക്കി. ജീവിതത്തിന് ഒരു ഉയർച്ചയുമില്ല. വീട്ടിൽ വന്നു കയറിയാൽ ഒരു അസ്വസ്ഥതയില്ല. മനസ്സിനങ്ങ് വെപ്രാളം തന്നെയാണ്. എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം, ജീവിതം ഒന്ന് രക്ഷപ്പെടുവാനായിട്ട് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ പറയുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ള 7 കാര്യങ്ങളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഈ 7 കാര്യങ്ങളിൽ ഏതെങ്കിലും 2 കാര്യം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യണേ. നിങ്ങളുടെ വീട്ടിൽ ഒന്ന് ചെയ്തു നോക്കണേ. നിങ്ങളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ കാണുവാൻ സാധിക്കും. ഈ 7 കാര്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾ വീട്ടിൽ ചെയ്തു എന്ന് വെച്ചോ, നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷങ്ങളും മാറും. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും വെച്ചടി ഉയരുന്നതുമാണ്. ജീവിതത്തിൽ ഉയർച്ച ഇല്ലാതെ വലയുന്നു പ്രാക്കുവിളിയും കാരണം കിടന്ന് കഷ്ടപ്പെടുന്നവർ, ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം കിടന്ന് വലയുന്നവർ എന്നിങ്ങനെ ജീവിതത്തിൽ വല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരും ഇതിൽ 2 എണ്ണമെങ്കിലും ചെയ്യണം കേട്ടോ. 7 എണ്ണം പറഞ്ഞു തരാം. നിങ്ങളുടെ സൗകര്യത്തിന് 2 എണ്ണം ചെയ്യുക. അതിന്റെ മാറ്റം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒരുപാട് കുടുംബങ്ങളൊക്കെ രക്ഷപ്പെടുത്തിയ 7 കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ 7 കാര്യങ്ങളിൽ പറ്റുന്നത് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി കാര്യത്തിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പറ്റുന്നവർ എല്ലാവരും ചെയ്യണം കേട്ടോ. ഇവിടെ ചിത്രം കാണിക്കുന്നുണ്ട്. ഇതുപോലെ ഈ ഒരു പിച്ചളയിലോ ചെമ്പിലോ തീർത്ത സൂര്യമുഖം ഇത് വാങ്ങിക്കൊണ്ടു വന്ന് ഞാൻ ഈ പറയുന്ന ദിശയിൽ നിങ്ങളുടെ വീട്ടിൽ തൂക്കിയിടുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പത്തും പടിപടിയായി കയറി വരും. നിങ്ങളുടെ ജീവിതത്തിലെ സകല നെഗറ്റീവ് ഊർജവും പ്രാക്കും വിളിയും വിളിച്ചപേക്ഷയും നിങ്ങളുടെ വീടിനെ ബാധിച്ചിരിക്കുന്ന സകല ദോഷങ്ങളും ഇതിലൂടെ പമ്പ കടക്കുന്നതായിരിക്കും. ഐശ്വര്യം വീട്ടിലേക്ക് ക്ഷണിച്ച് വരപ്പെടും. ഇതാണ് സൂര്യമുഖം എന്ന് പറയുന്നത്. ഇത് പിച്ചളയിലോ ചെമ്പിലോ തീർത്ത് വാങ്ങിക്കണം എന്നുള്ളതാണ്. ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് വാങ്ങിക്കാൻ പറ്റും. ചില ഭദ്രകാളി ക്ഷേത്രത്തിൽ, ചില മുത്തപ്പൻ ക്ഷേത്രത്തിലൊക്കെ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ നമുക്കിത് വാങ്ങുവാൻ കിട്ടുന്നതാണ്. മുനീശ്വര ക്ഷേത്രങ്ങളിലൊക്കെ നമുക്കിത് കൊടുത്ത് പൂജിച്ച് വാങ്ങിക്കുവാൻ സാധിക്കും. അപ്പോൾ ക്ഷേത്രത്തിൽ ഏത് ക്ഷേത്രമായാലും കുഴപ്പമില്ല. ശിവക്ഷേത്രമായാലും മതി. കൊടുത്ത് ഇത് ജപിച്ച് വാങ്ങിച്ചു കൊണ്ടുവന്ന് നമ്മളുടെ വീടിന്റെ ഒരു ഭാഗത്ത് എല്ലാവരും കാണത്തക്ക രീതിയിൽ നമ്മുടെ അയൽക്കാരും നമ്മൾ വഴിയിൽ കൂടെ പോകുന്ന ആളുകളൊക്കെ കാണുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് കെട്ടി തൂക്കിയിടുക എന്നുള്ളതാണ്. പൂജിച്ചു കൊണ്ടുവന്ന് വേണം കെട്ടാൻ. കെട്ടേണ്ട ദിശ എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ വടക്ക് കിഴക്കേ മൂല. ഇനി വടക്കു കിഴക്കേ മൂലയ്ക്ക് സ്ഥലമില്ലെങ്കിൽ വീടിന്റെ കിഴക്ക് വശമോ വീടിന്റെ വടക്കു വശമോ മധ്യത്തിലായാലും മതി എന്നുള്ളതാണ്. വടക്ക് കിഴക്കേ മൂലയ്ക്ക് കെട്ടുവാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്. ഏറ്റവും ഐശ്വര്യമുള്ളത് കൊണ്ട് തന്നെ നിർബന്ധമായിട്ടും പിച്ചളയിലോ ചെമ്പിലോ തീർത്ത് നോക്കണം. ചെമ്പിലോ തീർത്ത് വാങ്ങിക്കണം. ഇപ്പോൾ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിന്റെയോ മറ്റ് ലോഹത്തിൽ തീർത്തതോ ഒന്നുമല്ല, പിച്ചളയിലോ ചെമ്പിലോ തീർത്ത് തന്നെ വാങ്ങിക്കണം. പൈസ ആയാലും കുഴപ്പമില്ല, കുറച്ചൊക്കെ പൈസ ആയാലും കുഴപ്പമില്ല. പിച്ചളയിലോ ചെമ്പിലോ തീർത്ത് വാങ്ങിക്കൊണ്ടുവന്ന് പൂജിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കെട്ടിയിടുക. വീട്ടിൽ കെട്ടി തൂക്കിയിടുക. ഏറ്റവും ഐശ്വര്യമായിരിക്കും. സകല ദോഷങ്ങളും, നിങ്ങളുടെ വീടിനെ ബാധിച്ചിരിക്കുന്ന സകല ദോഷങ്ങളും മാറിക്കിട്ടും. ജീവിതം രക്ഷപ്പെടും. ജീവിതത്തിൽ എല്ലാ ദോഷങ്ങളും നീങ്ങും. ഇനി ആരെങ്കിലും ദോഷം നിങ്ങളുടെ വീട്ടിലേക്ക് വിട്ടാൽ പോലും അത് തിരിച്ചങ്ങോട്ട് തന്നെ തിരിച്ചു മടങ്ങും എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ ഡൈനിങ് ടേബിളുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ ആഹാരം കഴിക്കുവാനിരിക്കുന്ന നമ്മുടെ ഊണുമേശ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളുമായിട്ട് ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. ദാ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളതാണ് സ്വർണ്ണ താമര എന്ന് പറയുന്നത്. എന്ന് കരുതി അത് സ്വർണത്തിൽ തീർത്ത താമര അല്ല കേട്ടോ. സ്വർണ്ണ നിറത്തിലുള്ള താമരയാണ്.
ഈ സ്വർണ്ണ താമര എന്ന് പറയുന്നത് നിങ്ങൾക്കിത് വാങ്ങിക്കുവാൻ കിട്ടും. കടകളിലും വാസ്തുശാലകളിലും ഒക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഓൺലൈനൊക്കെ ആയിട്ട് ഇത് വാങ്ങിക്കുവാൻ സാധിക്കുന്നതാണ്. സ്വർണ്ണ താമര എന്ന് പറയുന്നത് ഇത് വാങ്ങിക്കൊണ്ടുവന്ന് നമ്മളുടെ ഊണുമേശയുടെ ഡൈനിങ് ടേബിളിന്റെ നടുക്കായിട്ട് വെക്കുക. അത് നടുക്കായിട്ട് തന്നെ വെക്കുക. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ആഹാരം കഴിക്കുന്നതും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ ഈ സ്വർണ്ണ താമരയുടെ ചുറ്റുമായിരിക്കും എന്നുള്ളതാണ്. ഇത് ഡൈനിങ് ടേബിളിന്റെ നടുക്ക് കൊണ്ടുവന്ന് വെക്കുക. വീട്ടിൽ അതിഥികൾ വരുമ്പോൾ അത് അവിടെ ഇരുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഡൈനിങ് ടേബിളിന്റെ നടുക്ക് വരത്തക്ക വിധം ഇത് വെക്കുക. തുച്ഛമായ പൈസയേ ഉള്ളൂ. വളരെ തുച്ഛമായ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്വർണ്ണ താമര വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുവാൻ സാധിക്കും. സാമ്പത്തിക ദോഷങ്ങൾ മാറും. ആ വീട്ടിൽ ഒരിക്കലും തന്നെ അന്നത്തിന് മുട്ടുണ്ടാകില്ല. വെച്ചടി ഉയർച്ചയായിരിക്കും ഇതിലൂടെ എന്ന് പറയുന്നത്. ഞാൻ ഈ കാര്യം ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരൊക്കെ വാങ്ങി വെച്ചിട്ട് അതിൻ്റെതായ ഒരു മാറ്റം കണ്ടു തിരുമേനി എന്ന് പറഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു താമര എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ പറ്റുമെങ്കിൽ അത് ചെയ്തു നോക്കുക. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഈ ഒരു ചെടിയാണ്. ഇത് നമ്മുടെ വീടിന്റെ തെക്ക് കിഴക്കേ മൂലയ്ക്കോ അല്ലെങ്കിൽ തെക്ക് ഭാഗം വളർത്തുക എന്നുള്ളതാണ്. അത് വളരുമ്പോൾ അതിരിന് വളർത്തണം എന്നാണ് പറയുന്നത്. എന്താണ് അതിര് എന്ന് പറയുന്നത്? നമ്മുടെ വീടിന്റെ ബൗണ്ടറി അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഈ അതിരുണ്ടല്ലോ, അതിരിന് ആ ഒരു ബൗണ്ടറിയിൽ വേണം ഇത് നട്ടു വളർത്തുവാൻ എന്ന് പറയുന്നത്. വീടിന്റെ തെക്ക് കിഴക്കേ മൂല കണക്കാക്കി അതിരിനാണോ അല്ലെങ്കിൽ വീടിന്റെ തെക്ക് വശത്ത് മധ്യത്തിലായിട്ട് വേണം ഇത് വെക്കാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പുരയിടത്ത് വീടിന്റെ തെക്കു കിഴക്കേ മൂല കണക്കാക്കി ആ അതിര് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കി നോക്കിയിട്ട് ഒരു കയറോ മറ്റോ കെട്ടി നോക്കിയിട്ട് മൂല വരുന്ന നേരെ ഭാഗത്ത് വളരെ ഭംഗിയായിട്ട് ഈ മൈലാഞ്ചി നട്ടു വളർത്തുക. സകല ദോഷങ്ങളും തീരും. നമ്മുടെ ജീവിതത്തിലേക്ക് മഹാലക്ഷ്മി പ്രീതി കൊണ്ടുവരും. മഹാലക്ഷ്മി വസിക്കുന്ന ഈ ഒരു തെക്കു കിഴക്ക് ദിക്ക് എന്ന് പറയുന്നത്. എല്ലാം കൊണ്ടും വെച്ചടി ഉയരും എന്നുള്ളതാണ്. ഇതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ സ്വീകരണ മുറി അഥവാ ഹാളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ഹാളിൽ അല്ലെങ്കിൽ സ്വീകരിക്കുന്ന മുറിയിൽ എപ്പോഴും ഒരു കുപ്പി ഗ്ലാസ്സിൽ അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലൊരു നാരങ്ങ ഇട്ട് വെക്കുക. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികൾ, നമ്മുടെ വീട്ടിൽ നോക്കുന്നവർ ഇവരൊക്കെ കാണത്തക്ക രീതിയിൽ അത് ആ പ്രധാന വാതിലിന് നേരെ ആയാലും കുഴപ്പമില്ല. വീടിനകത്ത് എവിടെയെങ്കിലും പെട്ടെന്ന് എല്ലാവരുടെ ദൃഷ്ടിയും കാണത്തക്ക രീതിയിൽ വെക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിലേക്കൊക്കെ ഒരുപാട് പേര് നോക്കുന്നതാണ്. അപ്പോൾ ആ നോക്കുന്ന സമയത്ത് തന്നെ കാണുന്ന രീതിയിൽ വരുന്നവർ കാണുന്ന ആ ഒരു ഗ്ലാസ്സിൽ ആ ഒരു നാരങ്ങയിട്ട്, നല്ല മുഴുത്ത നാരങ്ങ ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് വെള്ളം ഇട്ടിട്ട് ഇങ്ങനെ വെച്ചേക്കുക. 3 മുതൽ 5 ദിവസം വരെ അത്തരത്തിൽ വെക്കാവുന്നതാണ്. 5 ദിവസം കഴിയുമ്പോൾ ആ നാരങ്ങയും ജലവും എടുത്ത് മാറ്റി വീണ്ടും ജലം നിറച്ച് വേറൊരു നാരങ്ങയിട്ട് ഇത്തരത്തിൽ വെക്കുക. ഇത് സ്ഥിരമായിട്ട് ഒന്ന് വെച്ച് നോക്കിക്കേ. ഏറ്റവും ഐശ്വര്യമുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്. നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന സകല മന്ദതയും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന സകല മനപ്രയാസങ്ങളും കുറേശ്ശെ അരിഞ്ഞില്ലാതായി സർവം മംഗളമായി കിട്ടുന്നതാണ്. ഇതാണ് അടുത്ത കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീടിന്റെ പ്രധാന വാതിലുണ്ടല്ലോ, മഹാലക്ഷ്മി ദേവി വീട്ടിലേക്ക് പടി കടന്നു വരുന്ന ഭാഗമാണ് നമ്മുടെ വീടിന്റെ പ്രധാന വാതിൽ എന്ന് പറയുന്നത്. ആ പ്രധാന വാതിൽ ഈ 2 ചിഹ്നങ്ങളിൽ ഏതെങ്കിലും ഒരു ചിഹ്നം വരച്ചു വെക്കുക എന്നുള്ളതാണ്. ആ 2 ചിഹ്നങ്ങൾ എന്ന് പറയുന്നത് ഓമാണ്. രണ്ടാമത്തെ ചിഹ്നം എന്ന് പറയുന്നത് സ്വസ്തിക ചിഹ്നമാണ്. ഈ 2ൽ ഏതെങ്കിലും ഒരു ചിഹ്നം പ്രധാന വാതിലിൽ ആലേഖനം ചെയ്യുക. ചിലർക്ക് അവരുടെ വീടിന്റെ പ്രധാന വാതിൽ തന്നെ കൊത്തുപണി ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ വീണ്ടും ചെയ്യേണ്ട കാര്യമില്ല. എന്നുണ്ടെങ്കിൽ മഞ്ഞളും കുങ്കുമവും ചാലിച്ച് ഏറ്റവും മനോഹരമായിട്ട്, അതായത് മഞ്ഞളും കുങ്കുമവും കൂടെ ചാലിച്ച് ആ പൊടി കൊണ്ട് ഒന്ന് വളരെ മനോഹരമായിട്ട്, ഒരുപാട് തെളിയണം എന്നൊന്നുമില്ല, ചെറുതായിട്ടായാലും മതി, ഒരു സ്വസ്തിക ചിഹ്നം വാതിലിൽ വരച്ചു വെക്കുക എന്നുള്ളതാണ്. ഏറ്റവും ഐശ്വര്യമാണ് ഈ പറയുന്നത്. ഒരുപാട് വീടുകളിൽ ഇത് ചെയ്യുന്നവരുമുണ്ട്. ഒരുപാട് പേർക്ക് അതിന്റെ ഗുണം കിട്ടുന്നുണ്ട്. ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ് മഞ്ഞളും കുങ്കുമവും ചാലിച്ച് സ്വസ്തിക ചിഹ്നം വരയ്ക്കുക, അല്ലെങ്കിൽ ഓം ചിഹ്നം പ്രധാന വാതിലിൽ വരച്ചു വെക്കുക. മഹാലക്ഷ്മി പ്രീതിക്ക് ഇതിലും വലിയൊരു കാര്യം വേറെ വരാനില്ല എന്നുള്ളതാണ്. അപ്പോൾ പറ്റുന്നവർ ഈ ഒരു കാര്യം ചെയ്യുക. ഈ ഒരു വീഡിയോ ലെങ്ത് കൂടുന്നത് കൊണ്ട് വീഡിയോ അവസാനിപ്പിക്കട്ടെ. അപ്പോൾ
ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ. അപ്പോൾ എന്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.